ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ട്രംപിനെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കൻ നിലപാട് നിർണായകമാകാൻ പോകുന്നുണ്ട്. നോക്കൂ, ഓരോ സൈനികൻ്റെയും ജീവന് വലിയ വില നൽകുന്ന അമേരിക്ക, ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പലസ്തീൻ യുദ്ധത്തിൽ ഇന്നലെയും ഇന്നൊക്കെ 450 സൈനികർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, IDF സൈനികർ. അതിൽ വലിയ പ്രതിഷേധം ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കുരുതി കൊടുക്കപ്പെട്ട അമേരിക്കൻ സൈനികരുടെ കാര്യത്തിൽ അമേരിക്കയിൽ കാലാകാലങ്ങൾ പ്രതിഷേധമുണ്ട്. വീണ്ടും അമേരിക്കൻ സൈനികരുടെ ജീവൻ കുരുതി കൊടുത്തേക്കാവുന്ന ഒരു യുദ്ധമുഖത്തേക്ക് അമേരിക്ക ജോയിൻ ചെയ്യും. അതിന് ആ ജനത ട്രംപിനെ സമ്മതിക്കുമെന്ന് കരുതണോ? ട്രംപ് ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം കഴിയുമ്പോഴേക്കും അത് എക്സലൻ്റ് അറ്റാക്കാണ്, ഞങ്ങളുടെ ഉപകരണങ്ങൾ കൊണ്ടാണെന്ന് ഈ പറയുന്ന ട്രൂത്ത് സോഷ്യൽ മേനി നടിക്കുന്നു. അതിനുശേഷം G20 നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അത് ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ ഉടൻ തന്നെ അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പോകുന്നു പറയുന്നു. വരുന്ന വഴിയിൽ മാറിപ്പറയുന്നു. എന്താണ് അമേരിക്കൻ ആലോചന എന്ന് മനസ്സിലാക്കണം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ ഹാഷ്മി, ഇവിടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ അമേരിക്കയുടെ ഇൻറ്റൻഷൻസ് തന്നെയാണ്. ചരിത്രപരമായി അമേരിക്കയ്ക്ക് യാതൊരു ധാർമ്മിക മൂല്യങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നില്ല. എക്കാലത്തും പ്രായോഗിക ചിന്ത, അത് അവരുടെ ഇക്കോണമിയെ പരമാവധി സമ്പുഷ്ടമാക്കുക, അതിന് തക്ക പ്രായോഗിക നിലപാടുകൾ തരം പോലെ അമേരിക്ക മാറ്റിമറിച്ചുമൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രഗ് കാർട്ടൽസിനെതിരെ അമേരിക്ക അതിശക്തമായ പോരാട്ടം നടത്തി. ചില ഡ്രഗ് മാഫിയകളെ അമേരിക്ക സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലും ആ പറയുന്ന ഒരു കൺസിസ്റ്റൻസി ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ദർ ക്യാൻ ബി ഗുഡ് ടെററിസ്റ്റ്, ദർ ക്യാൻ ബി ബാഡ് ടെററിസ്റ്റ് ഓൾസോ. അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ നല്ല തീവ്രവാദികളും അല്ലാത്തവർ, അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവർ മോശപ്പെട്ട തീവ്രവാദികളുമാണ്. അപ്പോൾ അമേരിക്കയുടെ ധാർമ്മികത നമ്മൾ മാറ്റിവെച്ചിട്ട് പ്രായോഗികതയിലേക്ക് നമുക്കൊന്ന് വരാം ശ്രീ ഹാഷ്മി. അങ്ങനെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ there is an active convergence of Jewish and American interest or Israeli state establishment-ന്റെയും അമേരിക്ക എന്ന വലിയ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളുടെ ഒരു കൺവേർജൻസ് ആണ്. രണ്ടും ഡെമോക്രസീസ് ആണ്, രണ്ടും ക്യാപിറ്റലിസ്റ്റ് സംവിധാനങ്ങളാണ്, രണ്ടും ബിസിനസ് ഓറിയന്റഡ് സ്ട്രക്ചേഴ്സ് ആണ്, പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണ് എന്തെല്ലാം ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി പുറത്തു പറഞ്ഞാലും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ ഇസ്രയേലിനോടൊപ്പം മാത്രമേ അമേരിക്കയ്ക്ക് നിൽക്കാനാവൂ. ഇത് മുഴുവൻ തന്നെ ഈ പറഞ്ഞ ഇറാനുമായി അമേരിക്ക നടത്തിയ ആണവ ചർച്ച 5 റൗണ്ടുകൾ നടത്തി. 60 ദിവസത്തെ അൾട്ടിമേറ്റമാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തത്. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ സുട്ടിടുവേൻ എന്ന രീതിയിലുള്ള വലിയ കല്ലെ പിളർക്കുന്ന ശാസനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുത്തത്. പക്ഷേ ഇറാൻ മറ്റൊരു സ്ട്രാറ്റജി പ്രയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു. അതായത് ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആണ്. അവിടെ പുതിയ സെൻട്രിഫ്യൂജുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇറാന്റെ ആണവ നിലയത്തിൽ തകൃതിയായി സമ്പുഷ്ടീകരണം നടത്തി 60% നിന്നും യുറേനിയം 235 ആ ഒരു ശുദ്ധി 95%, അതായത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ. ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ ബിക്കംസ് ആൻ ആക്റ്റീവ് ക്രെഡിബിൾ ന്യൂക്ലിയർ പവർ. ആ ന്യൂക്ലിയർ ആയുധങ്ങൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ആശങ്കകളല്ലേ? ഇതൊക്കെ അമേരിക്കൻ ആശങ്കകളല്ലേ? ഇറാഖിൽ കൂട്ടനശീകരണ ആയുധങ്ങളുടെ ആശങ്ക ഈ പറയുന്ന അമേരിക്ക പറഞ്ഞില്ലേ? അങ്ങോട്ട് പോയി മൊത്തം നശിപ്പിച്ചില്ലേ? അതിനുശേഷം കൂട്ടനശീകരണ ആയുധമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ പറഞ്ഞ കൂട്ടനശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്ന ഈ പറയുന്ന IAEA റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകൾ അതിനു മുമ്പും ഉണ്ടായിരുന്നില്ലേ? മോഹൻ വർഗീസ്, ഇതൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിന് പേടിയും ആശങ്കകളുമാണ്. നോക്കൂ, IAEAയിൽ അവരുടെ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ, ഒപ്പിടാത്ത രാജ്യമാണ് ഇസ്രായേൽ. IAEAയുടെ പരിശോധനകൾക്ക് വിധേയമാകാമെന്ന് സമ്മതിച്ച രാഷ്ട്രമാണ് ഇറാൻ. ഇനി ഏതെങ്കിലും തരത്തിൽ അത് ആണവായുധം ഡെവലപ്പ് ചെയ്താൽ നിരായുധീകരണത്തിന് പ്രതിബദ്ധതയുള്ള രാഷ്ട്രമാണ് ഇറാൻ. ഇതൊന്നും ചെയ്യാത്ത ഇസ്രായേലും അമേരിക്കയും എന്തോ പേടിയുടെ പുറത്ത് കയറി ആക്രമിച്ചാൽ അതെന്ത് നീതിയാണ് ശ്രീ മോഹൻ വർഗീസ്? ഇത് ശ്രീ ഹാഷ്മി, നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 70കളിലാണ് NPT നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി സൈനിങ്ങിനായി വരുന്നത്. അന്ന് ഇറാൻ ഷായുടെ ഭരണകൂടമാണ്. അമേരിക്ക ആക്റ്റീവായി ഇറാനെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇറാൻ NPT ഒപ്പിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. 79-ന് ശേഷം ആ മേഖലയിലെ ഭൗമരാഷ്ട്രീയം മാറിമറിയുകയാണ്. ഇറാന്റെ പ്രിഫറൻസസ് മാറിമറിയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇറാന്റെ ജനിതക ഘടന, രാഷ്ട്രീയ സാമൂഹിക ജനിതക ഘടന തന്നെ മാറിമറിയുകയാണ്. ആൻറ്റി അമേരിക്കനിസത്തിലും ആൻറ്റി ജുഡൈസത്തിലും അധിഷ്ഠിതമായ ഒരു വ്യത്യസ്തമായൊരു മുഖമാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി പാരഡൈംസ് മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സാധാരണ ഡിറ്ററൻസിന് വേണ്ടിയാണ് സാധാരണ നിലയിൽ ആണവ ആയുധങ്ങൾ കൈവശം വെക്കേണ്ടത്. ഡിറ്ററൻസ് ആണ് ഇന്ത്യയുടെ പോളിസി. അങ്ങനെയാണ്, ഡിറ്ററൻസ് ആണ്. നോ ഫസ്റ്റ് യൂസ്
ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അത് ഇന്ത്യയുടെ ആണവ നയമാണ്. അതുപോലെ ഒരു ആണവ നയമല്ല ഇറാൻ ഉള്ളതേ ഓർക്കണം. ഇവിടെ ഇറാൻ പറയുന്നത് എന്താണ്? ശ്രീ ഹാഷ്മി, നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. ഇറാൻ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടമാക്കണം. അത് 3%, 4%, 5% വരെ സമ്പുഷ്ടമാക്കിയാൽ മതിയാകും. 90% സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആണവായുധ നിർമ്മാണത്തിനാണ്. ഇനി എന്തിനാണ് അത്? തീർച്ചയായും ഡിക്ലെയർ പോളിസി എന്ന് ഇസ്രയേലും ഇസ്രയേൽ അനുബന്ധ ഏജൻസികളും പറയുന്നതല്ലേ. ഇറാഖിൽ കൂട്ടനശീകരണമായതുകൊണ്ട് ആരാ പറഞ്ഞത്? ഇതേ ആൾക്കാർ തന്നെ പറഞ്ഞതല്ലേ. രാസായുധങ്ങളുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇതേ ആൾക്കാർ തന്നെ പറഞ്ഞു അല്ലേ. എന്നിട്ട് ആക്രമിച്ച് 7 ലക്ഷം പേരെ കൊന്നു കഴിഞ്ഞ് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറയാം. അതല്ലെന്ന് എങ്ങനെയാണ് ഉറപ്പ് ഇറാനിൽ ഈ കാണുന്ന സ്ട്രാറ്റജി? ശ്രീ ഹാഷ്മി, അതിനൊരു വ്യക്തമായ ഉത്തരമാണ് എനിക്കുണ്ട്. കാരണം ഈ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ എന്തായാലും തീർച്ചയായും ഇറാൻ അമേരിക്ക ഫിനിഷ് ചെയ്യാനാവില്ല. കുറച്ച് സൈനികമായി ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. ഇനി അമേരിക്കൻ ബാറ്റിൽ ഷിപ്സിനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്താം, അമേരിക്കൻ ട്രൂപ്സ് ആക്രമണം നടത്താം. പക്ഷേ ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് അവരുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യമാണ്. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഇസ്രായേൽ പറയുന്ന, അമേരിക്ക പറയുന്ന ഇറാൻ അവരെ ആക്രമിക്കാൻ വേണ്ടി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിന് മറുപടി അല്ല സാർ അത്. അല്ല, അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇറാന്റെ ഒരു സെക്യൂരിറ്റി പാരഡൈം, ഒരു ഡിഫൻസ് എന്ന നിലയിലാണ് എങ്കിൽ ഓക്കെ, അത് ഡിറ്ററൻ്റ് ആണ്. ഇന്ത്യക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാം, ഉപയോഗിക്കാം. ഇസ്രയേലും അതിൻ്റെ സെക്യൂരിറ്റി പാരഡൈം അനുസരിച്ചാണ്. കാരണം ഇറാൻ, നേരത്തെ ശ്രീ മോഹൻപിള്ള പറഞ്ഞല്ലോ, ബ്രിഗേഡിയർ മോഹൻപിള്ള പറഞ്ഞല്ലോ, ഈ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സ്കഡ് മിസൈലുകൾ ഏറെ ഇസ്രയേലിന് നേരെ പറന്നു. പക്ഷേ ഒരൊറ്റ മിസൈൽ പോലും വേണമെങ്കിൽ ആണവമായി ഇറാഖിനെ ഇസ്രായേൽ വേണമെങ്കിൽ തീർത്ത് കളയാമായിരുന്നു. അന്ന് തന്നെ ഇസ്രായേൽ ആണവ പവർ തന്നെയാണ്. അതുകൊണ്ട് ഇത് പുതിയതായ ഒരു ആണവ പവറൊന്നുമല്ല, വളരെ രഹസ്യമായി സംഘടിപ്പിച്ച ഒരു ആണവവിദ്യ ഇസ്രായേലിനുണ്ട്. പക്ഷേ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും. തീർച്ചയായും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇസ്രായേലിന് ആണവായുധങ്ങളാകാം, ഇറാൻ എന്തുകൊണ്ടായിക്കൂടാ എന്നതാണ് ഇവിടെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ ഡിറ്ററന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിശ്വാസം. നമ്മുടെ പ്രധാനപ്പെട്ട ലോകത്തിന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആണവായുധങ്ങൾ, കൂട്ടനശീകരണായുധങ്ങൾ ഉണ്ടെന്ന് വ്യാജം പറഞ്ഞ് ഇറാഖിനെ ആക്രമിച്ച് ഇല്ലാതാക്കി 7 ലക്ഷം പേരെ കൊന്നൊടുക്കിയ ഒരു രാഷ്ട്രം വീണ്ടും ആണവായുധങ്ങളുണ്ടെന്ന് ഇറാനിൽ പറയുന്ന അവരുടെ വാദം മാത്രമാണ്. അതിനെ സാധൂകരിക്കത്തക്ക ഒരു വാദങ്ങൾ എവിടെയില്ല. ശ്രീമോഹൻ വർഗീസ്, ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് അമേരിക്ക അല്ല. ഉണ്ടെന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻസ്പെക്ഷൻ ഏജൻസിയായ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയാണ് IAEA സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം 6 ദിവസം മുമ്പ് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് എങ്ങനെയാണ് പറയുക സാർ ശ്രീമോഹൻ വർഗീസ്? IAEA അമേരിക്കയും ഇസ്രായേലും അനുകൂലമായി പറയാത്തൊരു ഏജൻസിയാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അങ്ങനെ പറയാനൊക്കില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. അവർക്ക് ഇൻസ്പെക്ഷനുള്ള അനുവാദമുണ്ട്. NPT സിഗ്നറ്ററീസിന് ഇൻസ്പെക്ഷനുള്ള അനുവാദമുണ്ട്. ഇസ്രായേൽ NPT സിഗ്നറ്ററി അല്ല എന്ന് ഓർക്കണം. ഇന്ത്യയും നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ സിഗ്നറ്ററി അല്ല. അവർ സിഗ്നറ്ററീസ് ആണെങ്കിൽ അവരുടെ രാജ്യങ്ങളുടെ ആണവ നിലയങ്ങൾ ഇൻസ്പെക്ഷന് വേണ്ടി തുറന്നു കൊടുക്കണം. ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾ തുറന്നു കൊടുക്കാനാവില്ല, കാരണം അവർ സിഗ്നറ്ററി അല്ല. അവർ ഈ സിസ്റ്റത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ഒരു തരം മുഷ്കാണ് ഇസ്രായേലിന്. അത് മുഷ്കെന്ന് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം. അപ്പൊ ഇവിടെ ധാർമ്മികതയുടെ വിഷയമല്ല, ഇന്ത്യയും ഇസ്രായേലും അക്കാര്യത്തിൽ കമ്പയർ ചെയ്യരുത്. ഇന്ത്യ എന്തുകൊണ്ടാണ് NPT ഒപ്പിടാത്തത്? ഇന്ത്യ ഒപ്പിടാത്തത് ഇത് അമേരിക്കയുടെ ഉടായ്പാണ്, അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്. അമേരിക്ക ആ നിലപാടാണ് ഇന്ത്യ ഒപ്പിടാത്തത്. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ എന്തായാലും അമേരിക്കയുടെ ഉടായ്പാന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേൽ അമേരിക്കയുടെ ആശ്രിത രാജ്യം പോലെ നിൽക്കുന്ന, ഒരു ബാല്യക്കാരൻ രാജ്യം പോലെ നിൽക്കുന്ന ഇസ്രായേൽ എന്തായാലും അത് അമേരിക്കയുടെ ഉടായ്പാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം സർ.